ഹായ്. ദിലീപിൻ്റെ ഇഷ്യൂ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. ഒത്തിരി പേര് ഭയങ്കരമായിട്ട് പറഞ്ഞ ഒരു കാര്യം, കോടതിയിൽ ജഡ്ജി എഴുന്നേറ്റ് നിന്ന് പ്രതി വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ ഈ ഒരു സംഭവത്തിന് ഞാനും വീഡിയോ ചെയ്തിരുന്നു. കളിയാക്കിയാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ സീരിയസ്നെസ് ഒന്നും കൂടെ നിങ്ങളെ അറിയിക്കണം തോന്നിയത് കൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കോടതി മുറിയിൽ ഒരു പ്രതി കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഐ ഡോണ്ട് ബിലീവ്. പക്ഷേ ഈ പറഞ്ഞ വക്കീൽ വന്നപ്പോൾ ചിലപ്പോൾ സാധ്യതയുണ്ട്. ചിലപ്പോൾ ജഡ്ജി സീനിയർ വക്കീലായതുകൊണ്ട് ഒരു റെസ്പെക്റ്റിന് ഇപ്പോൾ കപിൽ സിബിൽ പോലെയൊക്കെയുള്ള ഒരു വക്കീൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെയുള്ള അത്യാവശ്യം ജഡ്ജി ഒന്ന് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടൊന്ന് എഴുന്നേറ്റിരിക്കാൻ ചാൻസസ് ആണ് ദെയർ. അതുകൊണ്ട് അദ്ദേഹം വാദിക്കാൻ പോകുന്ന കേസിൽ എന്തെങ്കിലും ഫേവർ ചെയ്യുമെന്ന് അർത്ഥമൊന്നുമില്ല. ഇത് മുഴുക്ക എന്താണ് നടന്നതെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് പലരും സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്. പലരും പറയുന്നത് എന്താണ്, കോടതിയെ വിലക്കെടുത്തു, ജഡ്ജിയെ വിലക്കെടുത്തു, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഒരു ജഡ്ജിയെയും ആരും വിലക്കെടുത്തിട്ടില്ല. ഇവിടെ ഒരു രീതിയിലുള്ള പണം ഒഴുക്ക് നടന്നിട്ടില്ല. ഒരിടത്ത് നടന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സക്സസ് അയാൾക്ക് കിട്ടിയത്. നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ദിലീപ് എത്രത്തോളം ഉത്തരവാദിയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ, അതായത് ഇന്ത്യയുടെ സിനിമ ഫീൽഡായിരുന്നു, ഏത് ഫീൽഡായിരുന്നാലും ശരി തന്നെ, ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വേറെ എങ്ങും നടക്കാത്തൊരു സംഭവമാണ്. വളരെ അൺഫോർച്യൂണേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ അയാളൊരു പടുപരാജയമാണ്. അതിൽ തർക്കമേ ഇല്ല. അയാൾ അതിനകത്ത് ഇൻവോൾവഡ് ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചുറ്റും നിൽക്കുന്ന സ്ത്രീകളൊക്കെ ചിരിക്കുകയല്ല വേണ്ട, ലജ്ജ കൊണ്ട് തല താഴ്ത്തുകയാണ് വേണ്ടത്. അപ്പം അത്രയും ഇതൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പം ജഡ്ജിൻ്റെ കേസ് പറയാം. ഇത് വാദിച്ചത് ആരാണെന്ന് അറിയുമോ? ദിലീപിൻ്റെ വക്കീലിൻ്റെ പേര് രാമൻപിള്ള എന്ന. ആരാ ഇപ്പോൾ പുള്ളിയെ എതിർക്കാൻ വേണ്ടിയിട്ട് നിസ്സാരക്കാരിയായ ഒരു വക്കീലിനെ അവിടെ ഏർപ്പാട് ചെയ്തത് ആരാണ്? അവിടെ തെറ്റി, അവിടെ തീർന്നു. നിങ്ങൾ സെലക്റ്റീവ് ആകേണ്ടിയിരുന്നിടത്ത് സെലക്റ്റീവ് ആകാതെ WCC ഇനിഷ്യേറ്റീവ് എടുത്ത് WCCയുടെ അഭിഭാഷകയായ മായ അവരുടെ കൂട്ടുകാരിയായ മിനിയെ സജസ്റ്റ് ചെയ്തു. അവർ APP ആണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ നമ്മളുടേതായ രീതിയിൽ ഒരാൾ അവിടെ അപ്പോയിന്റ് ചെയ്യാം. അതായത് ഈ പറയുന്ന ഇരയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് വരുന്ന ഒരാൾ പോരാതെ അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് ഒരാളെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് രീതിയിൽ നമുക്കിത് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സെൽഫായിട്ടും ചെയ്യാം. എനിക്കിപ്പം ഞാൻ വാദിക്കുക, മറ്റൊരു വക്കീലിനെ ഞാൻ തന്നെ വാദിക്കും. എനിക്ക് ആ എബിലിറ്റി ഉണ്ടെങ്കിൽ നിനക്കത് ചെയ്യാം, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ അവൾക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്ത WCC ആണ്. WCCയുടെ ഈ ഒരു വക്കീൽ എന്ന് പറയുന്നതിൻ്റെ കാര്യക്ഷമത, അവരുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് ഇവിടെ കണ്ടത്. തെളിവ് കൊണ്ടു കൊടുക്കേണ്ടത്, ഇപ്പം ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ തെളിവുകൾ അത് കൃത്യമായ രീതിയിൽ കോടതിയിൽ ഹാജരാക്കേണ്ടത് ആരാണ്? ദിലീപാണോ? ഇല്ലെങ്കിൽ ഇരയാണോ? അതോ മഞ്ജു വാര്യരാണോ? അതോ നമ്മളാണോ? അത് കൊണ്ടുപോയി എത്തിക്കേണ്ട ഇത് ആർക്കായിരുന്നു? ആ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? മിനിക്കായിരുന്നു. മിനി എന്ന് പറയുന്ന ഈ വക്കീൽ അതിൽ നിന്ന് വിട്ടുനിന്നു. അവരെ കൊണ്ടത് സാധിച്ചില്ല. പിന്നെ എതിർവാദം ഉന്നയിക്കാൻ അറിയില്ല, നിശബ്ദയാക്കപ്പെട്ടു, അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിബേറ്റിലൊക്കെ കുറേ പേര് വന്ന് വക്കീലിന് വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ഈ വക്കീല് ഹേഴ്സെൽഫ് കുറേ ന്യായവാദങ്ങൾ പറയുന്നുണ്ട്. വളരെയധികം വിക്ഷോഭത്തോടു കൂടി സംസാരിക്കുന്ന കണ്ടിരുന്നു. വികാരത്തിന് അടിമപ്പെട്ട് അവർ സംസാരിക്കുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണിത്, തർക്കമൊന്നുമില്ല. ഞാൻ അവരുടെ ആ ഫീലിങ്സ് മനസ്സിലാക്കുന്നു. അത്തരം ഫീലിങ്സ് ഉള്ളവർ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യരുത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു പക്ക ക്രിമിനലാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനായ ഒരു വ്യക്തിയാണ്. ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില പറയുന്നവൻ. ആ പെണ്ണിനെ കൊന്നുകളയാൻ, അതിൽ പരം ഒന്നുമില്ല, കുടുംബം നശിക്കാൻ, അവളെ റിലേറ്റ് ചെയ്ത് സർവത്ര പേര് നശിച്ചു പോകാൻ ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് ധാരാളമാണ്. അവളെ മെൻ്റലി ഡൗൺ ആക്കാൻ വേണ്ടി അയാൾ ചെയ്തതാണെന്ന് അയാൾ പറയുമ്പോഴും, അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അയാൾ പറയുമ്പോഴും അതിനകത്തുള്ള ഡേഞ്ചറസ് സ്പോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിർഭയ കൊലക്കേസ് നിങ്ങൾ ഉദ്ദേശിച്ച് നോക്കി, എത്ര പേരായിരുന്നു? അവരുടെ വാശി, അവൾ എതിർത്തു, അവളെ നോക്കിയപ്പോൾ എതിർത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക മാത്രമല്ല വിവസ്ത്രയായി എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഒരുപക്ഷെ ആ പെണ്ണ് സേവ് ആകുമായിരുന്നു, മെൻ്റലി അവൾക്ക് ആ തെറോമയില്ലായിരുന്നെങ്കിൽ. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിന് ഒപ്പം നമ്മളുടെ ഫുൾ ബോഡി പാർട്ട് നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റും, നല്ല കട്ടിയുള്ള മനസ്സുണ്ടെങ്കിൽ. ഇവിടെ ഈ ഇര സർവൈവ് ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന ആ കെയറാണ്. ഇപ്പോൾ ഈ കുറേ പേരിരുന്നുകൊണ്ട് ഓവറായിട്ട് ഇതിനെയൊക്കെ എക്സാഗറേറ്റ് ചെയ്ത് പറയുന്നതും കരച്ചിലും, ഭാഗ്യലക്ഷ്മിയൊക്കെ അങ്ങ് തകർക്കുകയാണ്.
നിങ്ങൾ ഇത് ചെയ്യുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റേ ഇരയ്ക്ക് കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. രാമൻ പിള്ള എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ് ഇത് വായിച്ചിട്ടുള്ളത്. പുള്ളിയുടെ കരിയർ എടുത്ത് നോക്കുക. പുള്ളിയുടെ ലൈഫിൽ ഒരു കേസ് പോലും തോറ്റതായിട്ടില്ല. ഒരു കേസ് തോറ്റു, പക്ഷേ ആ തോറ്റ കേസിൽ പോലും വമ്പൻ ജയം അയാൾ കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ഹിമാലയൻ ചിട്ടി ഫണ്ടിൻ്റെ കഥ അറിയുമോ നിങ്ങൾക്ക്? 2 പേര് ചിട്ടി നടത്തുന്നു, അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട്. ഇവർക്ക് 2 പേർക്കുള്ള കുടിപ്പകയിൽ ഒരു വിഭാഗത്തിനെ അങ്ങ് കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. അവരെ ലോറി കയറ്റി കൊന്നുകളയുന്നു. ഈ കൊലക്കേസ് ഒരു വിധത്തിലും തെളിയിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പണമുള്ള മറ്റവൻ കൊണ്ടുപോയി കൊടുത്തത് ഇങ്ങേരുടെ കയ്യിലാണ്. 80 സാക്ഷികളെയാണ് പോലീസ് കൊണ്ടുവന്ന് നിരത്തിയത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് കൊല തന്നെയാണ് എന്നുള്ളത്, എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കേസ് പൊട്ടിച്ചു കളഞ്ഞു. ഇങ്ങനെ ഈ 80 സാക്ഷികൾ കൊണ്ടുവന്ന് നിർത്തി ചോദ്യം ചോദിച്ച് തലങ്ങും വിലങ്ങും മൊട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവർ നിന്ന് വിറച്ച് പറഞ്ഞത് മുഴുക്ക പൊട്ടത്തരമാക്കി ദേ ഇറങ്ങി അങ്ങ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യമെത്തി. സിമ്പിളായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു കാര്യം തെളിയിക്കാൻ പറ്റുമെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം. ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാക്ഷ്യം പറയുന്നത്. ഏത്? കൊടി സുനിയ, പൾസർ സുനി, അവൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത്. അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ എടുത്തു വെച്ച് അയാൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഇപ്പുറത്ത് നിൽക്കുന്ന വക്കീലിന് അത് ഖണ്ഡിക്കാനുള്ള ചുണയില്ല എങ്കിൽ അതവിടെ തട്ടിപ്പോവും. മിനിറ്റാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് വളരെ വളരെ ചുരുങ്ങിയ സമയമാണ്. അതിനകത്ത് പോയിന്റ്സ് പറയാൻ സാധ്യതയുള്ള പോയിന്റ്സിൽ കയറി പിടിച്ച് കൃത്യമായി അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരുത്തനാണ് അല്ലെങ്കിൽ ഒരുത്തിയാണ് യഥാർത്ഥ അഭിഭാഷക. അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. ഇപ്പോൾ കോട്ടിട്ടവനൊക്കെ അഭിഭാഷകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വരൻ്റെ കഥ എടുത്ത് പറയേണ്ടി വരും. അവനെ പിടിച്ച് അവിടെ ഇട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാം, അവൻ വക്കീലാണ്. ഒരു വക്കീലായിട്ട് നിയമത്തിന് എതിരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവന് കൂടുതൽ പണിഷ്മെൻറ്റ് കിട്ടും. കാരണം നിയമം അറിഞ്ഞിട്ടുള്ള നിയമജ്ഞതയാണ്. നിയമ അജ്ഞത കാണിച്ചാൽ അവനവിടെ ഇടുക എന്നുള്ളതാണ് നിയമം. അതാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു സംഗതി ഇതിനകത്തുണ്ട്. മിനി എന്ന് പറയുന്ന ഈ സ്ത്രീ WCCയുടെ അഭിഭാഷകയായ മായയുടെ കൂട്ടുകാരിയാണ്. ഇവരെ അവിടെ ഏർപ്പാടാക്കിയത് WCC ആണ്. ഇവർ സർക്കാരിൻ്റെ പണം വാങ്ങിച്ചിട്ട് പണിയൊന്നും എടുക്കാതെ അവിടെ ഇരുന്നു. രാമൻപിള്ള ഈ ദിലീപിൻ്റെ കാശ് വാങ്ങിച്ചിട്ട് നല്ല ഫസ്റ്റ് ക്ലാസ് പണിയെടുത്തു. അയാൾ സക്സീഡ് ചെയ്തു. അയാളെടുത്ത ആ ഹിമാലയൻ ചിട്ടി ഫണ്ട് അയാൾ തോറ്റു പോകാനുള്ള കാരണം സയൻറ്റിഫിക് എവിഡൻസ് അയാൾക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല. അതിനകത്തുള്ള സയൻറ്റിഫിക് എവിഡൻസ് എന്തായിരുന്നു എന്നറിയാമോ? ഈ പറയുന്ന വണ്ടി കയറ്റി കൊല്ലുമ്പോൾ ഇടിച്ചിട്ട് റിവേഴ്സ് എടുത്ത് ഇടിച്ചു. ഈ ഒരു സംഗതിയാണ് അവിടെ പ്രശ്നമായത്. ബ്രേക്ക് പൊട്ടി എന്നാണ് വാദിച്ചിരുന്നത്. ബ്രേക്ക് അല്ലല്ലോ, ബ്രേക്ക് പൊട്ടിയ വണ്ടി എങ്ങനെയാണ് പിന്നെ റിവേഴ്സ് എടുക്കുന്നത്? മുൻപോട്ട് തന്നെ പോയെങ്കിൽ ഓക്കെ, റിവേഴ്സ് എടുത്തപ്പോൾ അവിടെ ഡൗട്ട്ഫുള്ളായി. പക്ഷെ അതും അയാൾക്ക് പൊട്ടിക്കാൻ സാധിക്കുമായിരുന്നു. സയൻറ്റിഫിക് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇയാൾ ജെട്ടിക്കകത്ത് സൂക്ഷിച്ചിരുന്ന ഇയാളുടെ മൊബൈൽ താഴെ പോയി. ഈ മൊബൈലിലേക്ക് ഈ കൊലപാതകം നടത്താനായിട്ട് ഉദ്ദേശിച്ച വ്യക്തി വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ച സംഗതി നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ ഫോണ് റീപ്ലേസ് ചെയ്യാൻ 1 കോടി രൂപ വരെ പോലീസിന് ഓഫർ ചെയ്തായിട്ട് കിംവദന്തികൾ കേൾക്കുന്നുണ്ട്. വാസ്തവം എന്താ നമുക്കറിയത്തില്ല. പക്ഷെ പണം കൊടുത്തും ആ സംഗതി മാറ്റാൻ അയാളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു തെളിവാണ്. അന്ന് പക്ഷെ അത് നടന്നില്ല. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മാർത്ഥതയോടുകൂടി ചെയ്യില്ല എന്ന് ഒരു കുടുംബത്തിന് ഒന്നടങ്കം ഇടിച്ചതോ പോരാതെ റിവേഴ്സ് കൊണ്ടുവന്ന് ഇടിച്ച് തീർത്ത് കളഞ്ഞു. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കേസ് മാത്രമേ അങ്ങേര് തോറ്റിട്ടുള്ളൂ. ബാക്കി സർവത്രവും അങ്ങേര് ജയിച്ചിട്ടുണ്ട്. ഫ്രാങ്കോ കേസ് എന്താണ്? 13 പ്രാവശ്യം നിന്റെ സന്തോഷത്തോടു കൂടിയല്ലേ നീ പോയതെന്നാണ് ചോദ്യം. പൊട്ടിച്ച് കൈ കൊടുത്തു. അവിടെ ലോജിക്കില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന വക്കീലിൻ്റെ കാര്യക്ഷമത കുറവാണ്. അവർ കന്യാസ്ത്രീ. അവരെ അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അവർ പെർമിറ്റഡ് ആണെങ്കിൽ പോലും അത് സഭയ്ക്ക് എഗൻസ്റ്റ് അല്ലേ എന്ന് ചോദിക്കാൻ പ്രാപ്തിയായ ഒരാൾ അപ്പുറത്തുണ്ടായിരുന്നില്ല. അത് അടിച്ചു ചോദിക്കണമായിരുന്നു. പ്രതിപുരുഷനായ അയാൾ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അവർ ഒറ്റ ചോദ്യത്തിൽ ഇവരെല്ലാം ഡൗൺ ആയി. അതേപോലെ ഈ ഒരു വേർഷനിലും രാമൻപിള്ള ഇത് റീക്രിയേറ്റ് ചെയ്തു. ഈ റേപ്പ് അവിടെ റീക്രിയേഷനാണ് നടത്തിയത്. അത്രയും ജൂനിയേഴ്സിനെയൊക്കെ കൊണ്ടുവച്ചിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് അവളെ മെൻ്റലി ഡൗൺ ആക്കി. അപ്പോഴും ഇവർ കോടതിയിലിരിക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാണ് പറയുന്നത്. കാരണം ജഡ്ജി ഇത് കണ്ടിട്ട് ഒരു ഒരു സാമട്ടിലിരുന്നു. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. സാമട്ടിലിരിക്കുകയോ എന്ത് കുന്തവോ ഇതൊക്കെ അപ്പോഴേ സ്ക്രീൻ ചെയ്യുന്നതാണ്, റെക്കോർഡ് ചെയ്യുന്നതാണ്. ഈ റെക്കോർഡിക്കൽ എവിഡൻസ് ഇവർക്ക് ഹയർ ഇതിലേക്ക് പോകുമ്പോൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ മാത്രമേ ഈ വിധി ഒന്നുള്ളൂ. ഇനി 2 കോടതി കിടക്കുകയാണ്. അപ്പീൽ പോകാം, തീർച്ചയായിട്ടും ഇരയ്ക്ക് പോകാം. പക്ഷേ ഇനി പോകുന്നിടത്തെങ്കിലും കാര്യക്ഷമതയുള്ള വക്കീലിനെ വെച്ചില്ല എങ്കിൽ ഇതേ വിധി അവിടെ ആവർത്തിക്കപ്പെടും. തർക്കമേ വേണ്ട. കാരണം
ഇയാളെ ഏറ്റെടുത്തിരിക്കുന്നത് സംഘികളുടെ മെയിൻ കൊണാണ്ടറായ മെയിനായിട്ടുള്ള രാമ പിള്ളയാണ്. ഇയാളെ കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല. അയാൾ എന്തും ചെയ്യും. അത് അയാളുടെ കേപ്പബിലിറ്റിയാണ്. നമുക്കതിന് അയാളെ തർക്കം പറയാൻ ഒക്കത്തില്ല. അയാൾ ഒരു ക്രിമിനൽ ലോയർ എന്നതിലുപരി ഒരു ക്രിമിനൽ കൂടെയാണ്. തീരാറായി, ഏകദേശം കിടപ്പാണ്. എന്നാലും അയാളെ കൊണ്ട് സാധിക്കും. കാരണം അയാൾക്ക് പണി അറിയാത്ത മിനിച്ചേച്ചി പണി അറിയാവുന്നവരുടെ അടുത്ത് പോയി കളിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്ത് സംഭവിച്ചു, നമ്മളെ കൊണ്ട് എന്ത് സാധിച്ചു എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. നമുക്ക് പറ്റാത്തൊരു കാര്യം നടന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മണി മിണ്ടരുത് ചുപ്പുരഹോ ലെവലിൽ പോവുക. സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ഇനിയുള്ള അപ്പീലിലേക്ക് മാറി നിൽക്കുക. നിങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല. നിങ്ങളല്ലായിരുന്നു അത് വാദിക്കേണ്ടിരുന്നത്. ഞാനൊരു സത്യം പറയാം, തനിയെ വാദിച്ചാൽ പോലും ഒരുപക്ഷെ പ്രയോജനം ഉണ്ടാകുമായിരുന്നു. അത്ര പോലും എബിലിറ്റി ഇല്ലാത്തൊരു സ്ത്രീയെയാണ് ഇവർ കൊണ്ടുവന്ന് ഇവരെ ഇരയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അവർ സർക്കാർ തലങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് പേയ്മെൻറ്റ് കിട്ടുന്ന പണവും വാങ്ങി തിന്നിട്ട് അവിടെ കയറിയിരുന്നു. അത്രയേ ഉള്ളൂ. അവരെ കൺമുന്നിൽ കൂടെ 9 വർഷത്തോളം ഈ ഒരു സംഗതി നടക്കുന്നുണ്ട്. ഇവർക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു, ഏതെല്ലാം രീതിയിൽ ഇതിനെ കൊണ്ടുപോകാമായിരുന്നു. ഇനി ഇവരെ കൊണ്ട് പറ്റിയില്ലെന്ന് വയ്ക്കുക, മറ്റൊരാൾക്ക് അത് കൈയൊഴിഞ്ഞു കൊടുക്കണമായിരുന്നു. ഇവരുടെ കരിയർ എടുത്തു നോക്കിയാൽ ഇവർ കുറേ പിന്നെ ഇതുപോലെ WCC റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നക്സൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു നക്സലിസ്റ്റൊക്കെ ആയ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരുടെയൊക്കെ ജാമ്യം എടുക്കുക, കുറേ പിന്നെ ആർത്തവം അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവർക്കൊക്കെ ജാമ്യം എടുക്കുക ഇത്യാദി കുൽസിതങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഈ ഒരു സംഗതിയിൽ കൊണ്ടുവരേണ്ടത്. എ സ്ട്രോങ് വിമണോ ആണോ പെണ്ണോ വ്യത്യാസമില്ല, സ്ട്രോങ് പേഴ്സൺ ആയിരിക്കണമായിരുന്നു. ഇൻസ്റ്റഡ് ഈ രാമൻപിള്ളയെ ഇരയായിരുന്നു ചൂസ് ചെയ്തിരുന്നെങ്കിൽ സംഗതി വേറെ ആകുമായിരുന്നു, സംഗതി മറിയുമായിരുന്നു. അപ്പം അത്രയും വേണ്ട. നമുക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഈ ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് അവർ അറേഞ്ച് ചെയ്ത് ഇവർ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നു. നിങ്ങൾ ചിന്തിച്ചെടുത്ത് സീറോയാണ്. നമ്മളെപ്പോഴും ഒരു യുദ്ധത്തിനിറങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ശത്രു ആരാണോ അവൻ നമ്മളെക്കാൾ 10 മടങ്ങ് ശക്തനാണെന്നുള്ള ബോധ്യം തലയിൽ കയറ്റുക. ആ 10 മടങ്ങ് ശക്തി ഞാൻ അടിച്ച് താഴെ ഇടുമെന്നുള്ള നിശ്ചയദാർഢ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എത്ര വലിയ കൊലകൊമ്പനെ നമുക്ക് മുട്ടുകുത്തിക്കാൻ പറ്റും. അതേസമയം അവൻ നിസ്സാരൻ, എന്നെ കൊണ്ട് ഇപ്പം തകർക്കാൻ പറ്റും, ആ തോന്നൽ പാടില്ല. നമ്മൾ അതിനേക്കാൾ എബിലിറ്റി ഉള്ളവരാണെന്നും നമ്മളുടെ എബിലിറ്റി അവിടെ മാറ്റുരയ്ക്കപ്പെടുമെന്നും അവനെ തറ പറ്റിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുമുള്ള കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഈ മട്ടിലിരുന്നിട്ട് ഈ എൻഡ് ഓഫ് ദ ഡേ വന്നിട്ട് ജഡ്ജി എഴുന്നേറ്റ് ഇന്ന് കുമ്പിട്ടു, പൈസയാണ് അവിടെ അതിൻ്റെ അടുത്ത് മറ്റത് പോയി മറിച്ചത് പോയി, ഇതൊക്കെ ആരുടെ മിസ്റ്റേക്കാണ്? പോലീസുമായിട്ടുള്ള ഒരു പുള്ളി ഇറങ്ങുന്ന ക്രിമിനൽ പോലീസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ തീർന്നില്ലേ? പുള്ളിക്ക് പോലീസുമായിട്ടൊന്നും അല്ല ലിങ്ക്, പുള്ളിക്ക് ഒറ്റ ലിങ്കേ ഉണ്ടായിരുന്നു. അതിപ്പോൾ പോയി അയാളുടെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വായിച്ചെടുത്ത് ഫിനിഷ്ഡ്. പുള്ളി എന്താ ഉദ്ദേശിച്ചത്? അത്രയേ ഉള്ളൂ. ഫ്രാങ്കോയുടെ കേസെടുത്തത്, ഹിമാലയൻ ചിട്ടി ഫണ്ടിൻ്റെ കേസെടുത്തത്, ചിട്ടി ഫണ്ടിൽ തോറ്റതാണേ. ജയിച്ചു എന്ന് ഞാൻ പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80ഓളം സാക്ഷികൾ അവിടെ കൊണ്ടു നിർത്തി പോലീസ്, 80ഉം പൊട്ടിച്ചങ്ങ് കളഞ്ഞ അയാൾ കൊണ്ട് നിസ്സാരമായിട്ട് തകർക്കാൻ പറ്റും. കാരണം ഏബിളാണ് അയാൾ. നമുക്ക് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളാണെങ്കിലും അയാളുടെ എബിലിറ്റി എന്നല്ലേ പറയാൻ പറ്റും. അയാളൊരു ക്രിമിനൽ ലോയറാണ്, ക്രിമിനലായ ഒരു ക്രിമിനൽ ലോയർ, സംഖ്യയാണ്. നമ്മൾ വിചാരിക്കും സാധാരണ സംഖ്യകളുടെ തലയിൽ ചാണകമാണ്. ഇത് 10 തല രാവണനാ, ചെങ്കീരിയ, പുലിയ, അത് തെളിയിച്ചില്ലേ? പക്ഷെ എന്താണെന്നറിയാമോ, ഈ പുലിക്ക് പേ പിടിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അയാളുടെ അടുത്ത് നമ്മൾ പോയിട്ട് നിൻ്റെ വീട്ടിലൊരു പെണ്ണുണ്ടെങ്കിൽ, നിൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അയാൾക്ക് ഇതൊന്നും കൺസേണല്ല. അയാൾ ചോദിക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, നിസ്സാരപ്പെട്ട എമൗണ്ട് അല്ല. അവിടുന്ന് ഇവിടം വരെ വരണമെങ്കിൽ ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. കോടികൾ ചെലവഴിച്ചാണ് അയാളെ കൊണ്ടുവന്നിട്ടുള്ളത്. Z കാറ്റഗറിയിലുള്ള അത്രയും ലെവലിലുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ്, ഈ രീതിയിൽ അയാളെ അവിടുന്ന് ആനയിച്ച് ഇവിടെ കൊണ്ടുവരിക. ഇയാളുടെ ഈ ഫണ്ടൊക്കെ ഇവൻ എവിടുന്ന് കിട്ടി എന്നുള്ളതും കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കും. ഏതായാലും തറ പറ്റിയിട്ടുണ്ടാവും, രക്ഷപ്പെട്ട് കാണും, പക്ഷേ പണം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ടാവും. അതുമാത്രമല്ല, ആനപ്പകയുമായി ഇറങ്ങി നിന്നിട്ട് ആദ്യം തന്നെ മഞ്ജുവിനെ പറഞ്ഞെടുത്ത് അവൻ പോയി. നമ്മൾ വിചാരിക്കുന്നത് അവൻ ഈ ഒരു ഈസിനെസ് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. അല്ല, സത്യത്തിൽ ഇത് രാമൻപിള്ള വക്കീലിൻ്റെ മിടുക്ക് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇവ ഒരു തിരുമണ്ടനാണെന്നുള്ള തെളിവാണ് ഇറങ്ങി ഉടനെ മഞ്ജുവിൻ്റെ നേരെ കയറിയത്. ആ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ 1% ആൾക്കാർ അയാളോട് സിമ്പതറ്റിക് ആവുമായിരുന്നു. അതില്ലാതാക്കി കളഞ്ഞത് ദിലീപ് ഹിംസെൽഫ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തുടരും.